നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മഹാഭാരത യുദ്ധത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് പാണ്ഡവർ മരണപ്പെട്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞു, നമുക്കറിയാം കൗരവർ പരാജയപ്പെട്ടു, അതിൽ 99 പുത്രന്മാർ മരണപ്പെട്ടു, പാണ്ഡവരാണ് വിജയിച്ചത്. അപ്പോൾ അതിനുശേഷം മഹാഭാരത യുദ്ധത്തിന് ശേഷം ഗാന്ധാരി ശ്രീകൃഷ്ണനെ കാണാൻ വരികയാണ്. എന്നിട്ട് ശ്രീകൃഷ്ണനായിട്ട് ഗാന്ധാരി പറയുന്നത്, നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, എൻ്റെ പുത്രന്മാരെ നഷ്ടപ്പെട്ടത് നീ കാരണമാണ്. നിനക്ക് വേണമെങ്കിൽ ഈ യുദ്ധം തന്നെ ഒഴിവാക്കാമായിരുന്നു, പക്ഷെ നീ അത് ചെയ്തില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ ശപിക്കുകയാണ്. നിന്റെ കുലം തന്നെ ഇല്ലാതാവും, നീ മരണപ്പെടുന്നത് ഏകാന്തതയിലായിരിക്കും, നിനക്കൊരു ബഹുമാനവും കിട്ടില്ല. കാരണം ഇവരെല്ലാം മരണപ്പെട്ടത് യുദ്ധത്തിലാണ്. അപ്പോൾ അവർക്ക് വീരസ്വർഗം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നീ മരണപ്പെടുന്നത് ഏകാന്തതയിലായിരിക്കും. എന്നിട്ട് ഗാന്ധാരി ശപിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 36 വർഷത്തിന് ശേഷമാണ് ശ്രീകൃഷ്ണൻ ഒരു വേടൻ്റെ അമ്പിനാൽ സ്വർഗാരോഹണം നടത്തുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വിടവ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ മരണം എന്ന് പറയുന്നത് പാണ്ഡവരെ ആകെ ഉലച്ചു. അപ്പോൾ അവരെന്താണ് ഈ രാജഭരണവും മറ്റുമൊക്കെ ഉപേക്ഷിച്ച് സ്വർഗത്തിലെത്താൻ അല്ലെങ്കിൽ മോക്ഷം കിട്ടാനുള്ള മാർഗങ്ങൾ തേടി അവരുടെ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഭരണം അഭിമന്യുവിൻ്റെ മകനായ പരീക്ഷിത്തിനെ ഏൽപ്പിക്കുകയാണ്. പരീക്ഷിത്തിനെ ഏൽപ്പിച്ച ശേഷം അവർ മഹാമേരു പർവ്വതം മുകളിലോട്ട് സഞ്ചരിക്കുകയാണ്. എന്തിനാണ്? ശാപമോക്ഷം കിട്ടുന്ന മോക്ഷം കിട്ടാനായിട്ട്, സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ട് അവർ മഹാമേരു പർവ്വതം കീഴടക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ 6 പേരുണ്ട്, ദ്രൗപദി ഉൾപ്പെടെ 6 പേരുണ്ട്. അവരുടെ കൂട്ടിനായിട്ട് ഒരു നായയും കൂടെ വരികയാണ്. അങ്ങനെ അവർ മഹാമേരു പർവ്വതം കീഴടക്കാനായിട്ട് മുകളിലോട്ട് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടക്കുന്നതിനിടയിൽ ദ്രൗപദി ആദ്യം തന്നെ കുഴഞ്ഞു വീണു, മരിച്ചു. അപ്പോൾ യുധിഷ്ഠിരനെ അല്ലാതെയുള്ള ബാക്കി 4 പേരും അതിൽ വളരെയേറെ സങ്കടപ്പെട്ടു. എന്നിട്ട് യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ്, യുധിഷ്ഠിരന് മാറ്റമൊന്നുമില്ല, യുധിഷ്ഠിരൻ ഒന്നും അനങ്ങാതെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദ്രൗപദി മരിച്ചത്? അപ്പോൾ യുധിഷ്ഠിരൻ മറുപടി പറയുന്നത്, അവൾക്ക് പക്ഷാഭേദം ഉണ്ടായിരുന്നു. അവളുടെ സ്നേഹത്തിൽ അർജുനനോട് ഒരു പക്ഷാഭേദമായ സ്നേഹം ആർക്കുണ്ടായിരുന്നു? ദ്രൗപദിക്കുണ്ടായിരുന്നു. അതാണ് അവളുടെ മരണത്തിന് കാരണം എന്ന് യുധിഷ്ഠിരൻ മറ്റ് സഹോദരങ്ങളോട് പറയുകയാണ്. അവർ വീണ്ടും സഞ്ചരിക്കുന്നതിനിടയിൽ സഹദേവൻ മരണപ്പെടുകയാണ്. അപ്പോൾ സഹദേവൻ എന്തുകൊണ്ട് മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്നത്, അവനവൻ്റെ അറിവിൽ അഹങ്കാരം ഉണ്ടായിരുന്നു, തനിക്ക് ഒരുപാട് അറിവുണ്ടെന്നതിൽ അവൻ അഹങ്കരിച്ചിരുന്നു, അതുകൊണ്ടാണ് അവൻ മരണപ്പെട്ടത് എന്ന് യുധിഷ്ഠിരൻ പറയുകയാണ്. കുറച്ചു നേരം കൂടെ മുന്നോട്ട് പോയപ്പോഴേക്കും നകുലൻ മരണപ്പെടുകയാണ്. അപ്പോൾ നകുലൻ എന്തുകൊണ്ട് മരിച്ചു എന്ന് ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞത്, അവനവൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കാരം ഉണ്ടായിരുന്നു, ലോകത്തിലെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ താനാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നു, അതിൽ അവൻ അഹങ്കാരിച്ചിരുന്നു, അതുകൊണ്ടാണ് അവൻ മരണപ്പെട്ടതെന്ന് യുധിഷ്ഠിരൻ മറ്റു 2 സഹോദരങ്ങളോടായിട്ട് പറയുകയാണ്. കുറച്ചു നേരം കൂടെ മുന്നോട്ട് പോയപ്പോഴേക്കും അർജുനൻ മരിച്ചു വീഴുകയാണ്. അപ്പോൾ ഭീമസേനൻ യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അർജുനൻ മരിച്ചത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവന് തൻ്റെ കഴിവിൽ വല്ലാത്ത അഹങ്കാരം ഉണ്ടായിരുന്നു, താനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനുർധാരി എന്ന് അവൻ വിശ്വസിച്ചിരുന്നു, അതിൽ അവന് അഹങ്കാരം ഉണ്ടായിരുന്നു, അഹങ്കാരമാണ് അവന് മരണത്തിലെത്തിച്ചത് എന്ന് യുധിഷ്ഠിരൻ ഭീമസേനോടായിട്ട് പറയുകയാണ്. കുറച്ചു നേരം കൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കും ഭീമസേനൻ മരിച്ചു വീഴുകയാണ്. ഭീമസേനൻ എന്തുകൊണ്ടാണ് മരിച്ചു വീഴുന്നതെന്ന് ചോദിച്ചാൽ അവൻ ആർത്തിയായിരുന്നു, ഭക്ഷണത്തോടുള്ള അമിതമായ കാമം മൂലമാണ് അവൻ മരിച്ചത് എന്ന് യുധിഷ്ഠിരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിന് കുറേ മുന്നോട്ട് പോയി യുധിഷ്ഠിരൻ സ്വർഗ്ഗവാതിൽക്കലെത്തി. ഇന്ദ്രൻ യുധിഷ്ഠിരനെ സ്വീകരിച്ചു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കിവിടെ പ്രവേശനമുണ്ട് എന്ന് പറഞ്ഞ് യുധിഷ്ഠിരനോട് അകത്തേക്ക് വരാൻ പറയുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു പട്ടിയും വന്നിട്ടുണ്ട്, ആ പട്ടിയും കൂടി നമ്മൾ സ്വർഗ്ഗലോകത്തിലേക്ക് എത്തിക്കണമെന്ന് യുധിഷ്ഠിരൻ ഇന്ദ്രദേവനോട് പറയുകയാണ്. അപ്പോൾ ഇന്ദ്രദേവൻ സമ്മതിച്ചില്ല, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇന്ദ്രദേവൻ തറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ പറയുകയാണ്, ഈ പട്ടി എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്വർഗ്ഗലോകത്തേക്ക് വരില്ല എന്ന് യുധിഷ്ഠിരൻ വളരെ കട്ടിയോട് പറയുകയാണ്. അപ്പോൾ ഇന്ദ്രദേവൻ പറയാണ്, ഇത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സ്വർഗ്ഗലോകത്തിൽ എത്താൻ ഏറ്റവും അർഹൻ എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ പട്ടി എന്ന് പറയുന്നത് രൂപം മാറി വന്ന യമദേവനായിരുന്നു. അപ്പോൾ യമദേവൻ പട്ടിയുടെ രൂപത്തിൽ നിന്ന് മാറി യമദേവൻ്റെ രൂപത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ അത് കണ്ട് ഒരു വല്ലാത്ത ആശ്ചര്യം തോന്നി. യുധിഷ്ഠിരൻ സ്വർഗ്ഗലോകത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ അവിടെ കണ്ട കാഴ്ച യുധിഷ്ഠിരനെ വല്ലാതെ ഞെട്ടിച്ചു. കൗരവർ സേന മൊത്തം സ്വർഗ്ഗലോകത്തിലുണ്ട്. ദ്രോണർ, ധൃതരാഷ്ട്രർ, അങ്ങനെയുള്ള ദുര്യോധനൻ, അങ്ങനെയുള്ള അവരെല്ലാം സ്വർഗ്ഗലോകത്തിലിരിക്കുന്നു. ഇതെന്താ മായയാണോ എന്ന് യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്. എന്നാൽ തൻ്റെ സഹോദരങ്ങളെയോ ഭാര്യയോ ഒന്നും സ്വർഗ്ഗലോകത്തിൽ യുധിഷ്ഠിരൻ കാണുന്നില്ല. അപ്പോൾ ഇവരെങ്ങോട്ട് പോയെന്ന് യമദേവനോട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്. അപ്പോൾ യമദേവൻ പറയുന്നു, അവരിപ്പോൾ നരകലോകത്തിലേക്കാണ്. ഇതിൽ മറ്റൊരു വേർഷൻ പറയുന്നത് വളരെ ടെമ്പററി, വളരെ ചെറിയൊരു കാലയളവിൽ മാത്രമേ ഈ കൗരവർ യുധിഷ്ഠിരൻ ഉൾപ്പെടെയുള്ള കൗരവർ സ്വർഗ്ഗലോകത്തുള്ളൂ. അതിനുശേഷം അവർ നരകലോകത്തേക്ക് പോകും, അവർ ചെയ്ത പാപങ്ങളുടെ ഫലം അനുഭവിക്കുമെന്ന് ഒരു വേർഷനിൽ പറയുന്നുണ്ട്. എന്ന് തന്നെ ആയാലും പാണ്ഡവരും തൻ്റെ ഭാര്യയും സ്വർഗ്ഗലോകത്തില്ല, അവർ നരകലോകത്തിലേക്കാണ് പോയതെന്ന് പറയാണ്. ഇത് കേട്ട് അദ്ദേഹം ഞെട്ടി. കാരണം ഞങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തത്, ഞങ്ങൾ എല്ലാവർക്കും നല്ലതാണ് ചെയ്തത്, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നരകലോകത്തിൽ എന്ന് യുധിഷ്ഠിരനൊന്ന് ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം
യമദേവൻ്റെ കൂടെ നരകലോകത്തിലേക്ക് പോവുകയാണ്. അവിടെ കണ്ട കാഴ്ച യുധിഷ്ഠിരനെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഒരു സ്ത്രീയുടെ അലർച്ച അത് ദ്രൗപദിയുടെ സ്വരത്തിന് സാമ്യമുള്ളതായിരുന്നു. വളരെ വേദനാജനകമായിട്ട് അവൾ കരയുന്നു. തൻ്റെ സഹോദരങ്ങളുടെ പുറത്തുകൂടി രക്തം ഒഴുകുന്നു. ഇതൊക്കെ കണ്ട് യുധിഷ്ഠിരൻ്റെ ഹൃദയം വിറങ്ങലിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം യമദേവനോട് പറയാണ്, എനിക്കിനി സ്വർഗ്ഗലോകത്തിലേക്ക് പോകണ്ട, ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. അവിടെ പോയി അവരോടൊപ്പം കഴിയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ സഹോദരങ്ങളോടൊപ്പം ഇവിടെ നരയിക്കുന്നതാണെന്ന് യുധിഷ്ഠിരൻ പറയാണ്. അപ്പോൾ യമദേവൻ പറയാണ്, നീ ഒരു തെറ്റ് ചെയ്തിരുന്നു, ആ തെറ്റിനുള്ള ശിക്ഷയാണ് നീ ഇപ്പോൾ കണ്ടത്. എന്താണ് യുധിഷ്ഠിരൻ ചെയ്ത തെറ്റ്? നമുക്കറിയാം, മഹാഭാരത യുദ്ധത്തിൽ ദ്രോണാചാര്യർ കൗരവരുടെ പക്ഷത്തായിരുന്നു. അപ്പോൾ ദ്രോണാചാര്യർ അത്രയും വലിയ അസ്ത്രശസ്ത്ര വീരനാണ്. അദ്ദേഹം എല്ലാവരെയും കൊലപ്പെടുത്തുകയാണ്, എല്ലാം വലിയ നാശം വരുത്തുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, നമുക്ക് ഇദ്ദേഹത്തെ കൊല്ലേണ്ടത് അത്യാവശ്യമാണ്, ഇദ്ദേഹം മരണപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണനും അർജുനനും യുധിഷ്ഠിരനും ചേർന്നൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അതിൽ ശ്രീകൃഷ്ണൻ പറയാണ്, ഭീമസേനോട് പറയാണ്, നീ അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ഒരു ആനയെ കൊല്ലണം. എന്നിട്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് നീ ദ്രോണാചാര്യരോട് പറയണം. കാരണം ദ്രോണാചാര്യരുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രനായ അശ്വത്ഥാമാവാണ്. അദ്ദേഹത്തിന് അത്രത്തോളം സ്നേഹം അശ്വത്ഥാമാവിനോടുണ്ടായിരുന്നു. അപ്പോൾ അശ്വത്ഥാമാവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നിമിഷം തകർന്നു വീഴും. അപ്പോൾ ഇങ്ങനൊരു കഥ അവർ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ യുധിഷ്ഠിരൻ പറയാണ്, എനിക്ക് കള്ളം പറയാൻ സാധിക്കില്ല എന്ന് പറയാണ്, കള്ളം പറയണ്ട, അശ്വത്ഥാമാവ് മരിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി, കാരണം അതൊരു ആനയാണ്, ആന മരണപ്പെട്ടു, അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് ഉപദേശിക്കുകയാണ്. അങ്ങനെ ഭീമസേനൻ ഒരു ആനയെ, അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ആനയെ വധിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ മകൻ അശ്വത്ഥാമാവ് മരണപ്പെട്ടു എന്ന് ദ്രോണാചാര്യരോട് പറയുകയാണ്. ദ്രോണാചാര്യർ അത് കൂട്ടാക്കിയില്ല, കാരണം അത്രയും വലിയ ധനുർധാരിയും കൗശലക്കാരനുമായിരുന്നു അശ്വത്ഥാമാവ്. അപ്പോൾ അങ്ങനെ അശ്വത്ഥാമാവിനെ എളുപ്പത്തിലൊന്നും കൊല്ലാൻ സാധിക്കില്ല എന്ന് ആർക്കറിയാമായിരുന്നു? ദ്രോണാചാര്യർക്ക് അറിയാമായിരുന്നു. വീണ്ടും അദ്ദേഹം ഒരുപാട് നാശം വിതയ്ക്കാൻ തുടങ്ങി. എന്നാൽ സത്യത്തിൻ്റെ മാത്രം പ്രതീകമായി നിന്ന് യുധിഷ്ഠിരനോട് തന്നെ ചോദിക്കാമെന്ന് ദ്രോണാചാര്യർ തീരുമാനിക്കണം. അങ്ങനെ ദ്രോണാചാര്യർ യുധിഷ്ഠിരനോട് ചോദിക്കണം. കാരണം യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധതയുടെ പര്യായമാണ്. അപ്പോൾ യുധിഷ്ഠിരനോട് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്നു, അതെ, അശ്വത്ഥാമാവ് മരിച്ചു. ഈ വാർത്ത കേട്ട് ദ്രോണാചാര്യർ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. അങ്ങനെ ആ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് ദൃഷ്ടദ്യുമ്നൻ ദ്രോണാചാര്യരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി മരണപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കാഴ്ച കാണേണ്ടി വരുന്നത് എന്ന് യമദേവൻ പറയുകയാണ്. പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തിൻ്റെ രൂപമൊക്കെ മാറി, അത് സ്വർഗ്ഗലോകത്തിന് സമാനമായി. അപ്പോൾ ഒരു മായയായിരുന്നു ദുര്യോധനല്ല നമ്മുടെ യുധിഷ്ഠിരൻ കണ്ടത് ഒരു മായയായിരുന്നു. അപ്പോൾ യുധിഷ്ഠിരനോടൊപ്പം തന്നെ മറ്റ് 5 പാണ്ഡവരും സ്വർഗ്ഗലോകത്തെത്തിയിരിക്കുന്നു, അവർക്ക് ശാപമോക്ഷം കിട്ടിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ സാരം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഇത്തരം ഇൻഫർമേറ്റീവായ വീഡിയോകൾ, ഇത്തരം രസകരമായ വീഡിയോകൾ ചെയ്യുന്നതിന് അതൊരുപാട് പ്രചോദനമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.